ഇത് സുനിതയുടെ ദുഃഖകഥയാണ്. സുനിതയുടെ മാത്രമല്ല, സുഖദേവിൻ്റെ. ഓർമ്മ വെച്ച കാലം മുതൽ വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന സുനിത. കൂട്ടിനെത്തിയ സുഖദേവ് അന്യസംസ്ഥാനക്കാരനാണെങ്കിലും അവർ ഒന്നായി ജീവിച്ചു പോരുകയാണ്. ഇപ്പോഴത്തെ സുഖദേവും ലോകത്തിന്റെ മാറാക്കയത്തിൽ. ജോലിക്ക് പോകാൻ വയ്യാത്ത അവസ്ഥ. ആകെ കിട്ടുന്ന വികലാംഗ പെൻഷൻ 1600 രൂപയാണ് ഏക ആശ്രയം. കയറി കിടക്കാൻ വീടില്ല. വാടക വീടുകളിലെ താമസം. വാടക വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടെന്നൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ എന്നറിയില്ല. സുനിതയ്ക്ക് ഇനി ആശ്രയം നമ്മളൊക്കെ തന്നെയാണ്. കയറി കിടക്കാൻ ഒരു കൊച്ചു കൂര. ഇപ്പോൾ തലപ്പലം പഞ്ചായത്ത്, വാർഡ് മെമ്പറും അവരുടെ സൊസൈറ്റിയൊക്കെ കൂടെയുണ്ട്. നമ്മുടെയൊക്കെ സഹായം കൂടി വേണ്ടി വരുന്നു. ട്രാവൻകൂർ ന്യൂസ് സുനിതയുടെ കഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. മുഴുവൻ കാണുക. ചെറിയ ചെറിയ നീക്കിരിപ്പുകൾ, സഹായങ്ങൾ സുനിതയ്ക്കും സുഖദേവിനും നൽകുക. നമുക്ക് അവർക്കൊരു കൊച്ചു കൂര പണിത് നൽകാം. സന്തോഷമായി ജീവിക്കട്ടെ. നമ്മളിപ്പോൾ തലപ്പലം പഞ്ചായത്തില് 3-ാം വാർഡിലാണ് നിൽക്കുന്നത്. ഈ വാർഡിന്റെ മെമ്പറാണ് ഞാൻ. പേര് സതീഷ്. ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വാർഡിൽ താമസിക്കുന്ന സുനിത എന്ന് പറഞ്ഞ ഒരു വ്യക്തികളെ, അവരുടെ കുടുംബത്തിന്റെയും ഒരവസ്ഥ, അവരുടെ ആ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇവര് കുട്ടികൾ സ്വദേശിയായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. സുനിതയുടെ അരയ്ക്ക് താഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ടിട്ട്, ജന്മന ചലനശേഷി നഷ്ടപ്പെട്ട ആളാണ്. ഒരു കാലിന് നേരത്തെ പിറവിയില് വയ്യാഴി ഉണ്ടായിരുന്നു. എന്നാലും ചെറിയ തോതിൽ നടക്കുമായിരുന്നു. പിന്നെ എനിക്കൊരു 9 വർഷം മുമ്പ് ഒരു ചെറിയ പനി വന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് റിയാക്ഷനായിട്ട് കാലിന് പഴുപ്പ് കയറി പെട്ടെന്ന് ഇടത്തെ കാലിന്റെ മുട്ടിന് മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അതിൽ പിന്നെ ഇങ്ങനെ നമ്മൾ വീൽ ചെയറില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭർത്താവ് സുഖദേവന് കുഞ്ഞിലെ നമ്മുടെ കേരളത്തിൽ എത്തുകയാണ്. അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട്. അതുപോലെ ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് പോലും അദ്ദേഹത്തിന് തികച്ച് എഴുന്നേറ്റിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം വീണു പോകും. കുറച്ചു നാൾക്ക് മുമ്പ് വരെ ഇദ്ദേഹം ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. 2500 രൂപ വാടക കൊടുക്കേണ്ട ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇവർക്ക് ഏകദേശം 1600 മാസം പെൻഷൻ കിട്ടുന്നത് മാത്രമാണ് ഇവർക്കൊരു വരുമാന മാർഗമായിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീടും വീട്ടിൽ താമസിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഈ ആഗ്രഹം സൗകര്യീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിവിടെ ഇന്ന് ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇറക്കി തിരിഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സൊസൈറ്റി ആയിട്ടുള്ള മീനിച്ചിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും കൂടെ കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4-5 സെന്റ് സ്ഥലം വാങ്ങി അതിനകത്തൊരു ഒരു ചെറിയൊരു ഒരു വീട് വെച്ച് നൽകുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ് ഇന്നിങ്ങനെ ഇവിടെ നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഇന്ന് കടന്നിരിക്കുന്നത്. ഞാൻ മുണ്ടക്കയം കൂട്ടിക്കൽക്കാരി. ചെറുപ്പം വരെ തിരുവഞ്ചൂരായിരുന്നു, ഓർഫനേജിലായിരുന്നു. അങ്ങനെ ഞങ്ങള് പരിചയപ്പെട്ട് ബന്ധു വഴി പരിചയപ്പെട്ട് അങ്ങനെ കല്യാണം കഴിച്ചു. എനിക്ക് അച്ഛൻ മരിച്ചോട്ട് 3 വർഷം കഴിഞ്ഞു. പിന്നെ അവരൊക്കെ മിക്കപ്പോഴും വരാറുണ്ട്. ഇപ്പൊ വന്നിട്ട് പോയിട്ട് 1 മാസം ആകുന്നുള്ളൂ. അച്ഛൻ മരിച്ചുപോയി. അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, 2 കുഞ്ഞു പിള്ളേരുണ്ട്, നാത്തൂനുണ്ട്. അതാണ് എന്റെ ഫാമിലി. അവര് കൂട്ടിക്കല. പുള്ളിക്ക് ഇപ്പൊ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കണം. അപ്പൊ കൂടുതൽ വെയിറ്റ് ഉള്ള പണികളൊന്നും സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട് കിഡ്നിയില്. പിന്നെ ഒരു സർജറിയും കൂടെ ഉണ്ട് ജോലിയില്. അപ്പൊ അതുകൊണ്ട് വലിയ വെയിറ്റ് ഇട്ടുള്ള പണികളൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ ചെറിയ ചെറിയ പണികളൊക്കെയാ ചെയ്യുന്നത്. കോട്ടയത്തെ പണി. വരുമാന മാർഗം ചേട്ടായിയുടെ ഈ ഇടയ്ക്കുള്ള ഒരു പണിയും പിന്നെ എന്റെ പെൻഷൻ പൈസയാണ്. പിന്നെ ഇടയ്ക്ക് പിന്നെ എന്റെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ ഇടയ്ക്കൊക്കെ സഹായം തരും. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരല്ലേ. പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാടക കൊടുക്കാനൊക്കെ അയച്ചു തരും. അങ്ങനെയൊക്കെയാണ് നമ്മള്. ഇത് 2500 വാടക. ആയിട്ടൊരു വീടില്ല. മാസം നമുക്ക് വാടക കൊടുക്കാൻ ഹോസ്പിറ്റൽ കേസും ഒക്കെ ഓടിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്വന്തം ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു മാസം ഞങ്ങൾക്ക് വീടിന്റെ എല്ലാം കൂടെ കൂട്ടി ഒരു 7 രൂപ 8 രൂപയൊക്കെ അടുത്താവും ഒരു മാസം വരുമാനം. പെൻഷൻ 1600 രൂപയുള്ളൂ പെൻഷൻ. പണിക്ക് ആഴ്ച 1-2 പണിയൊക്കെ ഉള്ളൂ. കൂടുതൽ വെയിറ്റ് ഒന്നും എടുത്തുള്ള പണി ഇപ്പൊ ചെയ്യത്തിന്. സർജറിയും കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സുനിതയുടെയും കുടുംബത്തിന്റെയും വീടെന്ന വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് ഞങ്ങൾ.
അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് നോക്കിയാൽ ഈ ഒരു ഉദ്യമം വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയില്ല. നല്ലവരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ വലിയ സഹകരണങ്ങൾ, ചെറിയ തുകകൾ മുതൽ വലിയ തുകകൾ വരെ നൽകി ഞങ്ങളെ സഹായിച്ചാൽ മാത്രമേ ഈ ഉദ്യമം വിജയത്തിലെത്തിക്കാൻ സാധിക്കുള്ളൂ. അതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുനിതയുടെ പേരിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പരും ബാക്കി ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള നമ്പറുകൾ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നേരിട്ട് അവർക്ക് നൽകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ നമുക്ക് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. പ്രിയപ്പെട്ട സുനിതയുടെയും അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെയും ഈ വലിയൊരു സ്വപ്നം പൂർണ്ണിയാൻ നിങ്ങളുടെ എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായ സഹകരണം ഒരു മെമ്പർ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് സുനിതയുടെ കഥ.